രാസലഹരി സിരകളിലെത്തിച്ച് മേഘസഞ്ചാരം നടത്തി രസിക്കുന്ന യുവാക്കളുടെ കാലത്ത് കഞ്ചാവ് ചെടിയുമായി നടക്കുന്ന ഒരു പ്രകൃതിവാദി സംഘത്തെ ആട്ടിൻപാൽ സേവികളായിട്ടുള്ള ഗാന്ധിയ സമൂഹമായി കണ്ട് ആദരിക്കലാണ് പോങ്ങന്റെ ഇപ്പോഴത്തെ പ്രധാന വിനോദം. ഓൾഡ് മങ്കരായിട്ടുള്ള റമ്മന്മാർക്ക് പോലും യാതൊരു ലഹരി മൂല്യവുമില്ലാത്ത നാട്ടിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഭാസപുത്രന്റെ കഞ്ചാവ് പാനത്തേക്കാൾ ഞാൻ ഗൗരവം നൽകുന്ന കാര്യം കഞ്ചൻ കിനാവിന്റെ ആ അമ്മ പ്രതിഭാസം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. സുഡാലപ്പുഴ ജില്ലയിലെ കോയംകുളം, അവിടെ നിന്ന് നമ്മുടെ നിയമനിർമ്മാണ സഭയിലെത്തിയ ഒരു പ്രതിഭാസം. ആ പ്രതിഭാസത്തിന്റെ കിടാവായിട്ടുള്ള കിനാവ്, യുവാവ്, കമ്മ്യൂണി പ്രതിഭാസത്തിന്റെ യുവ കിടാവായിട്ടുള്ള ആ കിനാവ് ഇപ്പോൾ കഞ്ചാവ് കേസിൽ 9ാം നമ്പർ പ്രതിയായിരിക്കുന്നു. പോങ്ങൻ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഇതുവരെ നാവടിയാട്ടം നടത്തിയില്ല എന്നാണ് ചില സഹപോങ്ങന്മാരുടെ ചോദ്യം. മനഃപൂർവ്വം നടത്താത്തതായിരുന്നു, വളരെ മനഃപൂർവ്വം, അല്ലെങ്കിൽ കരുതിക്കൂട്ടി നാവടക്കിയതായിരുന്നു എന്നും പറയാം. കാരണം 15 വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു മകനാണ് കനിവ്. പോരാത്തതിന് ജനപ്രതിനിധിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മകനായി വളർന്നു വരുന്ന ഒരു യുവാവുമാണ് ആ കിടാവ്, അല്ലെ? അതും അമ്മയ്ക്കൊരു മകൻ എന്ന സമ്പ്രദായത്തിലുള്ള വളർന്നു വരവ്. പഞ്ചായത്ത് മെമ്പറായി തകഴി ഗ്രാമവാസികളെ സേവിക്കുന്ന കാലത്താണ് ആ പ്രതിഭാസത്തിന് ഈ കിടാവ് ജനിക്കുന്നത്. സേവന പ്രവർത്തനത്തിലുള്ള വൈദഗ്ധ്യം കാരണം വെറും മെമ്പറിൽ നിന്നും പ്രസ്തുത പ്രതിഭാസം പഞ്ചായത്ത് പ്രസിഡന്റായി. ശേഷം സുഡാലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. പിന്നീട് MLA ആയി, പിന്നെയും MLA ആയി, ഇനിയും ആവാൻ ഒരുക്കവുമാണ്. അതുകൊണ്ട് തന്നെ മതി വരുവോളം ജനങ്ങളെ സേവിക്കാൻ നേരം കിട്ടാത്ത ഒരു അമ്മയുടെ മകനാണ് ആ കിടാവെന്ന കാര്യം പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. സമൂഹത്തെ കൊതിതീരെ ഒന്ന് സേവിക്കാൻ പോലും നേരം തികയാത്ത ഒരു അമ്മയ്ക്ക് സ്വന്തം മകനെ ചൊല്ലുവിളിയോടുകൂടി വളർത്താൻ പറ്റിയെന്ന് വരില്ല. അത് സ്വാഭാവികമല്ലേ? അതുകൊണ്ട് തന്നെ ആ മകന്റെ ചെയ്തികളെ സഹിക്കാനുള്ള ബാധ്യത സമൂഹം കാണിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നന്ദികേടായി പോകും. കാരണം അവർ സമൂഹത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മകൻ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹം സഹിച്ചേ മതിയാവൂ. മാത്രവുമല്ല, പോങ്ങനെ കമ്മികളെ വളരെ നല്ലോണം അടുത്തറിയുകയും ചെയ്യാൻ കേട്ടോ. അതും ഒരു കാര്യമാണ് ഇതുവരെ ആ വിഷയം സംസാരിക്കാതെ ഇരുന്നതിന്. കമ്മികളുടെ സാമൂഹ്യ ബോധം, സാംസ്കാരിക നില, പൗരബുദ്ധി, മാനവിക ഭാവം, പുരോഗമന ഭ്രമം, പരിഷ്കൃത ബാധ എന്നിവയെപ്പറ്റി ഒക്കെയുള്ള അടിസ്ഥാന ജ്ഞാനവും തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. അഹങ്കാരം പറഞ്ഞതല്ല, സത്യമായിട്ടുമുണ്ട്. നല്ലൊരു തലമുറയെ വാർക്കാനും നന്മയുള്ളവരായി മക്കളെ വളർത്താനും എത്രത്തോളം അവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിലും പോങ്ങന് മതിയായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മകനും മകന്റെ സൗഹൃദ സംഘവും കഞ്ചാവുമായി പിടിക്കപ്പെട്ടതിൽ അതിശയത്തിനുള്ള വകുപ്പില്ല, അല്പം പോലുമില്ല. മാത്രവുമല്ല, കാലികമായിട്ടുള്ള മാറ്റം ലഹരി ലോകത്തും സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. മുറുക്കി തുപ്പികളുടെ കാലമല്ലല്ലോ ഇത്, അല്ലെ? ചാരായ സേവകരും ഫീൽഡ് ഔട്ടായി പോയി. ഓൾഡ് മങ്കരായിട്ടുള്ള റമ്മന്മാർക്ക് പോലും യാതൊരു ലഹരി മൂല്യവുമില്ലാത്ത നാട്ടിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അതറിയാവുന്നതുകൊണ്ട് രാസലഹരി സിരകളിലെത്തിച്ച് മേഘസഞ്ചാരം നടത്തി രസിക്കുന്ന യുവാക്കളുടെ കാലത്ത് കഞ്ചാവ് ചെടിയുമായി നടക്കുന്ന ഒരു പ്രകൃതിവാദി സംഘത്തെ ആട്ടിൻപാൽ സേവികളായിട്ടുള്ള ഗാന്ധിയ സമൂഹമായി കണ്ട് ആദരിക്കലാണ് പോങ്ങന്റെ ഇപ്പോഴത്തെ പ്രധാന വിനോദം, പ്രധാന നേരമ്പോക്ക്. യഥാർത്ഥത്തിൽ പ്രതിഭാസപുത്രന്റെ കഞ്ചാവ് പാനത്തേക്കാൾ ഞാൻ ഗൗരവം നൽകുന്ന കാര്യം കഞ്ചൻ കിനാവിന്റെ ആ അമ്മ പ്രതിഭാസം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതിന്റെ ശബ്ദരേഖ തീർച്ചയായിട്ടും നമുക്കൊന്ന് കേട്ടു നോക്കാം. മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ഇപ്പം മടിയുണ്ട്. കാരണം അത് മറ്റു പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം. മതപരമായ ചില ചിന്തകൾ മീഡിയ ഫണ്ട് റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാം. ഇങ്ങനെയൊരു പ്രയോഗമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ആ അമ്മ പ്രതിഭാസം നടത്തിയത്. മീഡിയ ഫണ്ടിന്റെ റിപ്പോർട്ടർക്ക് മതപരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുന്നതിൽ ഒട്ടും തന്നെ അതിശയിക്കേണ്ട കാര്യമില്ല. ചെളി കണ്ടാൽ അറപ്പോടെ മുഖം തിരിക്കുകയും ഡെറ്റോൾ സോപ്പിട്ട് 4 നേരം കുളിക്കുകയും ചെയ്യുന്ന ദുശീലമുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു പന്നി അത്ഭുതമായി സമൂഹത്തെ ബാധിക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. മീഡിയ ഫണ്ടിന്റെ റിപ്പോർട്ടർ മതാതീതമായി ചിന്തിക്കുമ്പോൾ മാത്രമേ അതിൽ അസ്വാഭാവികത കാണേണ്ടതായ കാര്യമുള്ളൂ. എന്നിട്ടും ആ അമ്മ പ്രതിഭാസം അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതി പോലെ മീഡിയ ഫണ്ടിന്റെ മതതാൽപര്യങ്ങളെ സൂചിപ്പിക്കുന്നത് അത്ര രസമുള്ള സംഗതിയല്ല, ആസ്വദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ വിഷയത്തിൽ അമ്മ പ്രതിഭാസത്തെ പിന്തുണച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരുവനായിട്ടുള്ള ശ്രീ B. ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നതും പോകാൻ ശ്രദ്ധിച്ചു. ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു ജനപ്രതിനിധി മതം കലർത്തുന്നതാണ് ജനപ്രതിനിധിയുടെ മകൻ കഞ്ചാവ് പാനം നടത്തുന്നതിലും സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യം, അല്ലേ? അതറിയാത്ത ആളാവില്ല ആ അമ്മ പ്രതിഭാസം. എന്നിട്ടും അവർ ഈ വിഷയത്തിൽ മതം കലർത്തി കളഞ്ഞു. ഈ വിഷയത്തിലേക്ക് മതം കലർത്തി, അല്ലെ? മകൻ ഇത്തരം ഒരു കേസിൽ പെട്ടതിലുള്ള ദുഃഖത്താൽ ആലോചനാശേഷി നഷ്ടപ്പെട്ടത് കൊണ്ട് സംഭവിച്ച ഒരു പിശകാണതെങ്കിൽ പോങ്ങൻ ഒരിക്കലും
അതിലവരെ പഴിക്കില്ല, ഒരിക്കലും പഴിക്കില്ല. എന്നാൽ കരുതിക്കൂട്ടിയാണത് പറഞ്ഞതെങ്കിൽ വലിയ നിലയിലുള്ള ചർച്ച അതിൽ ഉയർന്നു വരിക തന്നെ വേണം. കാരണം ഈ വിഷയത്തിൽ അസ്വാഭാവികമായി കാണാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരൊറ്റ കാര്യം. അതായത് അടുത്ത കാലത്തായി ഏത് ലഹരി കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും 99% കേസിലും തീവ്ര മതേതരനായിട്ടുള്ള ഒരു സുഡേഷ് കുമാറിന്റെ പങ്കാളിത്തം, ഒരു സുഡേഷ് കുമാറിന്റെ എങ്കിലും പങ്കാളിത്തം തീർച്ചയായിട്ടും കാണും, അല്ലെ? എന്നാൽ കനിവോ എന്നാൽ ഈ കനിവിന്റെ കൂട്ടുപ്രതികളുടെ മുഴുവൻ പേരു വിവരങ്ങളിലൂടെയും പോങ്ങനിലെ സാമൂഹ്യ വിമർശക ശ്വാനൻ മൂക്കോടിച്ചു നോക്കി. മൂക്കോടിച്ച പേരുകളൊക്കെ പോങ്ങനൊന്ന് വായിക്കാം. സച്ചിൻ, മിഥുൻ, ജെറിൻ, ജോസഫ്, ബെൻസ്, സജിത്ത്, അഭിഷേക്, സോജൻ, പിന്നെ കനിവ്. ഇല്ല, ഒരൊറ്റ പേരിലും മതേതരത്വം പോങ്ങൻ മണത്തില്ല. അതിൽ മാത്രമേ പോങ്ങൻ അസ്വാഭാവികത ഗന്ധിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഈ അമ്മ പ്രതിഭാസം കുറച്ചു നാളായി ഇടയ്ക്കിടെ എന്റെ ചിന്തയിൽ വരാറുണ്ട് കേട്ടോ. നേരം പോക്കായിട്ടല്ല, നേരായ നിലയിലുള്ള ചിന്ത തന്നെ. തെറ്റിദ്ധാരണ ഒഴിവാക്കാനായി പറഞ്ഞു എന്ന് മാത്രം. പലപ്പോഴും ആ ചിന്തകൾ എന്റെ സഹപോങ്ങന്മാരുമായി പങ്കുവെക്കണമെന്ന് തീർച്ചയായിട്ടും തോന്നിയിരുന്നു. പക്ഷെ ആ സംസാരം ഇതുവരെ നമുക്കിടയിൽ സംഭവിച്ചില്ല. സത്യത്തിൽ നിലമ്പൂറിയൻ ജനപ്രതിനിധിയായിട്ടുള്ള നമ്മുടെ അൻവറിയൻ സാഹിബിന് ഈ അമ്മ പ്രതിഭാസം നിരുപാധിക പിന്തുണ നൽകിയതു മുതലാണ് ഇവരെന്റെ ചിന്തയിൽ കുടുങ്ങിയത്. പാർട്ടിക്കെതിരെ നീങ്ങിയിട്ടുള്ള ഒരു ഇടത് സ്വതന്ത്രന് പക്കാ CPM കാരിയായിട്ടുള്ള ഒരു ജനപ്രതിനിധിക്ക് പരസ്യ പിന്തുണ നൽകേണ്ടി വരുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് അന്ന് ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാഹചര്യം ആരും പരതി കണ്ടില്ല. പോങ്ങനെ ചില സംശയങ്ങൾ അന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തോടെ അതിന് കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു. അതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ പോലും പൊതുവായിട്ടുള്ള ഒരു ചരട്, ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരട് കിടപ്പുണ്ട്. സുഡാലപ്പുഴ ജില്ലയിലെ കോയംകുളം ജനപ്രതിനിധിയായിട്ടുള്ള ആ അമ്മ പ്രതിഭാസത്തിന് അതിജീവന സംബന്ധിയായ ആശങ്ക വന്നു പിണഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോങ്ങിന് യാതൊരു സംശയവുമില്ല. അവരെ അലട്ടുന്ന പ്രധാന പ്രശ്നം മകന്റെ കഞ്ചാവ് പാനമാവില്ല, മറിച്ച് തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ തീവ്ര മതേതരാസക്തി തന്നെയാവണം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു പുത്രന്റെ അല്ലെങ്കിൽ ഒരു പുത്രിയുടെ വളർച്ചയെ കാണിക്കുന്ന, പ്രകടമാക്കുന്ന ഒരു ഘടകമായിട്ടേ പുരോഗമന ബുദ്ധിയുള്ള കമ്മിണി അമ്മമാർ തീർച്ചയായിട്ടും കാണുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് അതല്ല അവരെ ബാധിക്കുന്ന പ്രശ്നം. എന്തായാലും പോങ്ങന്റെ ഉള്ളിലുള്ളതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത കൊല്ലം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും ഒക്കെ നിറഞ്ഞ ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് 2024 അവസാന വീഡിയോ പോങ്ങൻ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടേക്ക് നിർത്തുകയാണ്. നിലവിൽ നമുക്കൊപ്പം 2,40,9,284 സഹജീവികളുണ്ട്. എല്ലാവരോടും സ്നേഹം. അവരിൽ ഈ പൊങ്ങൻ എന്ത് വന്ന് സംസാരിച്ചാലും, ഏത് വിഷയം കൈകാര്യം ചെയ്താലും അതൊക്കെ വന്ന് കണ്ടു കേൾക്കുന്ന ഒരു 10,000-ഓളം പേരുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ സഹപോങ്ങന്മാരാണവർ. മുഴുവൻ സമയ തൊഴിൽ രഹിതനായിട്ടുള്ള എന്നെ ഇപ്പോൾ അന്നമൂട്ടുന്നത് നിങ്ങളാണ്. 2024 പച്ചയായിട്ടുള്ള ഒരു സത്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്നുള്ള വിചാരം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മരിക്കുന്ന കാലം വരെ നിങ്ങളോടുള്ള കൃതജ്ഞത തീർച്ചയായിട്ടും എന്നിലുണ്ടാവും. മരണാനന്തരം സൂക്ഷിക്കാവുന്ന ഒന്നാണ് കൃതജ്ഞതയെങ്കിൽ പരലോകത്തും ഞാൻ നിങ്ങളെ കൃതജ്ഞതയോടുകൂടി തന്നെ സ്മരിക്കും. പോങ്ങനെ പിരിഞ്ഞു പോയവരോടും പ്രിയം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നന്മകൾ. എനിക്കും തരപ്പെടട്ടെ എൻ്റെ പങ്ക് നന്മ. സന്തോഷം. ടാറ്റ. നിങ്ങൾക്കും 2024. മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ഇപ്പം മടിയുണ്ട്. കാരണം ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം.